Baby, I am Aisha. She is very calm. വെൽക്കം ബാക്ക്. എൻ്റെ എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നിതാ നോമ്പിൻ്റെ 5ാമത്തെ ദിവസമാണ്. അപ്പോൾ അന്നത്തെ ആ ഒരു ദിവസത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. ഇത് ഫസ്റ്റ് തന്നെ നമ്മൾ പത്തിരി ചുടുന്നതാണ് കാണിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നില്ലേ നൂൽപുട്ടും പത്തിരിയും കൂടെ ഉണ്ടാക്കി വെക്കണത്. അപ്പോൾ ആ പത്തിരിയാണ് ഇപ്പോൾ നമ്മൾ എടുത്ത് ചുടുന്നത്. ഞാൻ പറഞ്ഞു മോളെ സ്കൂളിൽ ഇന്ന് പ്രോഗ്രാം ഉണ്ട്, ഗ്രാജുവേഷൻ്റെ ആണ് KGയുടെ. അപ്പോൾ അതിന് പോകാനായിട്ട് റെഡിയാണ്. അപ്പോൾ നേരത്തെ തന്നെ പത്തിരിയും ചിക്കനൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ ഒരു 500 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. കറി നമുക്ക് ഇന്നലത്തെ വെജിറ്റബിൾ കുറുമ നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ 500 ഗ്രാം ചിക്കനിലേക്ക് ഞാനിവിടെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും സോയാ സോസ്, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ 1.5 ടേബിൾ സ്പൂൺ മൈദ, 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഒരു 10-15 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് ജസ്റ്റ് അതിന് ഒരു കോട്ടിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സബോള നമുക്ക് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കുക. അതായത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യില്ല. നമ്മൾ ഈ ഒരു സബോള എടുത്തിട്ടുള്ളൂ, കാരണം അത്രയും ക്വാണ്ടിറ്റിയിൽ നമുക്ക് ചിക്കനുള്ളൂ. അപ്പോൾ ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു വലിയ സബോള എടുത്തിട്ടുണ്ട്. അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് നടുവൊക്കെ കട്ട് ചെയ്തിട്ട് ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് കുറച്ചൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മൾ ചിക്കന് കുറച്ച് സമയമായിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതലും നമ്മൾ ഇങ്ങനത്തെ ഇത് ചില്ലി ചിക്കനല്ല, അതിൻ്റെ ഒരു വേറെ ടൈപ്പ് പേരൊന്നും പറയാൻ പറ്റില്ല. ഡ്രൈ ആയിട്ട് തന്നെയാണ് സംഭവം ഉണ്ടാവുക. ചില്ലിയുടെ ഏകദേശം ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഇങ്ങനെയുള്ള ഫുഡുകൾ നമ്മൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓയിലാണ് നല്ലത്. വെളിച്ചെണ്ണയാകുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഓയിൽ ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലായാലും കുഴപ്പമില്ല. അപ്പോൾ അത്രയും ടേസ്റ്റ് കിട്ടുന്നുള്ളൂ, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഇങ്ങനെ മാത്രം നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് മാത്രം കഴിക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ മുളക് പൊടി ഇട്ടില്ലേ, അത് കുറച്ചും കൂടെ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ എരിവിനാവശ്യമുള്ള മുളക് പൊടി കുറച്ചും കൂടെ കൂടുതൽ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു ചിക്കനിൻ്റെ ഫ്ലേവർ തോന്നാറുണ്ട് കേട്ടോ, അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് കഴിക്കുമ്പോൾ. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് മാത്രം അങ്ങനെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമൻസ് അറിയിക്കുക. എന്തായാലും റംസാനാകുമ്പോൾ നമ്മൾ പല ടൈപ്പിൽ ഓരോ കറികളും ഫ്രൈയും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ. ഇപ്പോൾ അതെല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് കുറച്ചെടുത്തിട്ടാണ് നമ്മൾ ആ ഒരു മിക്സ് റെഡിയാക്കുന്നത്. ഇനിയിപ്പോൾ ചൂടായി വന്നിട്ട് അതിലേക്ക് ഞാൻ 2 പച്ചമുളക് കയറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മക്കൾക്ക് ഓവറായിട്ട് എരിവ് അത്ര ഇഷ്ടമല്ല, അപ്പോൾ അത് കാരണം അങ്ങനെ എരിവ് ഇടാറില്ല. അപ്പോൾ ഇനിയിപ്പോൾ എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 3-4 എടുക്കാം. ഞാൻ ഇപ്പോൾ 2 എടുത്തിട്ടുള്ളത്. അതൊന്ന് കയറിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സബോള മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കുക ചെയ്ത് കേട്ടോ, എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതൊന്ന് അരച്ചെടുത്തിട്ട് ഈ ഒരു എണ്ണയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. പക്ഷേ നേരത്തെ തന്നെ ക്യാപ്സിക്കം ഇടേണ്ടതായിരുന്നു, ഞാൻ മറന്നുപോയി. ആ ഒരു ഓയിലേക്ക് ഇട്ടിട്ടൊന്ന് ജസ്റ്റ് വഴറ്റണ്ടായിരുന്നു, അത് മറന്ന്. അപ്പോൾ അത് കാരണം ഞാൻ ഈ ഒരു ഉള്ളിയുടെ മിക്സിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1.5 ടേബിൾ സ്പൂൺ ചില്ലി സോസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കനിലൊക്കെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഈ ഒരു മസാലയ്ക്ക് ഉപ്പ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് ആവശ്യത്തിനുള്ളൊരു ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി റെഡി ആയിട്ട് വരണം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, അത് എരിവിന് ആവശ്യമുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഒരു എരിവിനുള്ളത് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായി തിളച്ച് ഒന്ന് കുറുകി വരണം. അപ്പോൾ ഏകദേശം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇച്ചിരി റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം കളർ ആഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ച്, പിന്നെ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇച്ചിരി റെഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനൊരിക്കലും നിർബന്ധിക്കില്ല, ഓപ്ഷനിലാണ്. നമ്മൾ ഫോട്ടോകൾക്കുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റെഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തത്. ഇനിയിപ്പോൾ ഇതാ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു ചിക്കൻ പീസുകളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ചിക്കനിലേക്ക് നമ്മൾ ആ ഒരു ഗ്രേവി എല്ലാം പിടിച്ച് നല്ല ഒരു തിക്കായിട്ട് വരുന്ന വരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കനേത്ത് ആ ഒരു ഗ്രേവിയൊക്കെ ചിക്കനിൽ പിടിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അത് നിർബന്ധമല്ല, നമ്മൾ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പക്ഷേ മല്ലിയില ആഡ് ചെയ്ത് കൊടുത്താലും നല്ല ഭംഗിയല്ല ടേസ്റ്റാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളുത്തുള്ളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോമ്പൊക്കെ അല്ലേ, അപ്പോൾ എന്തായാലും നമ്മൾ ചിക്കൻ വാങ്ങിക്കാതിരിക്കില്ല. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കണം. ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് പത്തിരിയും ചിക്കൻ ഒക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ഇന്ന് നമുക്ക് സ്കൂളിലേക്ക് പോകണം. അപ്പോൾ ഇഷിൽ എക്സാം ഉണ്ട്. ഇഷിൽ നേരത്തെ ബസ്സിൽ പോയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ അതിനാനായിട്ട് സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഓഡിറ്റോറിയത്തിലാണ് പ്രോഗ്രാം വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ അങ്ങോട്ട് ഓഡിറ്റോറിയത്തിൻ്റെ അടുക്ക് നമ്മൾ കുറച്ച് നടക്കാറുണ്ട്. അപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ട് കേട്ടോ, കാരണം നല്ല ചൂടല്ലേ. എന്നാലും പിന്നെ നമ്മളെ മക്കളെ പ്രോഗ്രാം ആകുമ്പോൾ എത്ര ക്ഷീണമായാലും നമ്മൾ ആ ഒരു മൊമെൻറ്റ് നമുക്ക് എന്നും ഓർത്ത് വെക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് കാരണം എത്ര വയ്യെങ്കിലും എത്ര ക്ഷീണമാണെങ്കിലും നമ്മൾ ആ ഒരു അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തി നമ്മൾ പോകുക തന്നെ വേണം. അപ്പോൾ അത് ഇപ്പോൾ കാണിച്ച ആ ഒരു വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം മാം അതിനാനക്ക് ആ ക്യാപ്പ് വെച്ച് കൊടുക്കുന്നത് മാഷാ അല്ലാഹ് നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ എല്ലാ ക്യൂട്ട് കിഡോസും ഒരുങ്ങി റെഡിയായി ഒക്കെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഓരോരുത്തരായിട്ട് വിളിക്കുമ്പോഴാണ് അവർ ലൈനായിട്ട് പോവുക. അതിനാനും നല്ല ഹാപ്പിയാണ് കേട്ടോ, കാരണം അവിടെ ആ ഒരു എന്താ പറയുക, ഇന്ന് പതിവില്ലാണ്ട് നേരത്തെ എണീറ്റ് വേഗം റെഡിയാവാനുള്ളൊരു തിടുക്കായിരുന്നു. കാരണം അവർക്കൊരു സന്തോഷമല്ലേ, അങ്ങനെ ക്യാപ്പ് വെച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ കിട്ടുമ്പോൾ ആ ഒരു മൊമെൻറ്റ് നമുക്കായാലും അവർക്കായാലും ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന സംഭവമാണ്. എല്ലാ പാരൻസും ഹാപ്പിയിൽ തന്നെ കേട്ടോ, മക്കൾ ആ ഒരു ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അത് നമുക്കായാലും അവർക്കായാലും ഒരു മെമ്മറി തന്നെയാണ്. കുറച്ച് കാലം കഴിഞ്ഞ് ഫോട്ടോസ് കാണുമ്പോൾ ഇപ്പോൾ ഇതാ സ്റ്റേജിൽ ഒരു ക്ലാസ് ബേസ് ആയിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ ലൈനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ കുട്ടികളെല്ലാവരെയും അവർ ഫ്രണ്ടിൽ ഇരുത്തുന്നുണ്ട് കേട്ടോ. പിന്നെ LKG ഒരു വെൽക്കം ഡാൻസും ഉണ്ടായിരുന്നു. Baby, I am Aisha. She is very calm and quiet and very much talented in K-modeling, coloring and drawing. You are also a wonderful dancer. മാഷാ അല്ലാഹ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു പ്രോഗ്രാം കാണാൻ സാധിച്ചതിലും നമ്മളെ മോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിലും. അപ്പോൾ ഇതാ വീട്ടിലെത്തുമ്പോൾ ഏകദേശം ബാങ്ക് കൊടുക്കാനായി തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ വേഗം ധൃതിപ്പെട്ടിട്ട് ജ്യൂസ് അടിക്കലും ജ്യൂസല്ല പിന്നെ ഇതാ ചായ ആക്കലൊക്കെയാണ്. അപ്പോൾ നല്ല തിരക്കാണ്. അപ്പോൾ നമ്മളിന്ന് സ്നാക്സ് ഒന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് തന്നെ അത് നമ്മളിന്ന് ഷോപ്പിൽ നിന്ന് മേടിക്കുക ചെയ്ത് വരുന്ന വഴിയിൽ നമ്മളിങ്ങനെ പൊരിച്ച കടികളൊക്കെ വിൽക്കുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വരുന്ന ആ റൂട്ടിൽ ഒരു ചേച്ചി ഇങ്ങനെ ചെയ്യണ കണ്ടിട്ടുണ്ട് എപ്പോഴും തൃശ്ശൂരിൽ നിന്ന് നമ്മൾ പാവർട്ടി വരുന്ന ആ ഒരു റൂട്ടിൽ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അവിടുത്തെ ആ ഒരു ചേച്ചിയുടെ പരിപ്പുവടയും കാര്യങ്ങളും. കുഞ്ഞു കടയാണ്, പക്ഷെ എന്നാലും അവിടെ ഉണ്ടാക്കുന്ന ആ ഒരു പരിപ്പുവടയും സംഭവമൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ എന്താ ഞാൻ പോകുമ്പോഴേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, തിരിച്ചു വരുമ്പോൾ എന്തായാലും അവിടെ നിന്ന് വാങ്ങിക്കാം. ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് ഉണ്ടാക്കാൻ നമുക്ക് ടൈം ഉണ്ടാവില്ല. പിന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു ചൂടാറിയിട്ടൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും വരുമ്പോൾ നല്ല ചൂടുള്ളത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വരുമ്പോൾ വാങ്ങിച്ചിട്ട് വന്ന് ഇനിതാ നോമ്പ് തുറക്കാനുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് അതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ.
പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ടിരുന്നു കസ്കസ് വീട്ടിൽ വാങ്ങിക്കാറില്ല എന്ന്. പക്ഷേ ട്രൈ ചെയ്ത് നോക്കിട്ടാ, നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ ഷോപ്പിൽ അത്ര റേറ്റ് ഒന്നുമില്ല, ചെറിയ പൈസയുള്ളൂ. എത്രയെന്ന് എനിക്ക് അത്ര ഓർമ്മയില്ല. അപ്പോൾ ചെറിയ പൈസയുള്ളൂ. അപ്പോൾ നമ്മളിത് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി നമ്മളിത് ഞാൻ എപ്പോഴും ഇടാറുണ്ട്, ഏത് ജ്യൂസിലായാലും ഇടാറുണ്ട്. പിന്നെ ഇതാ നമ്മൾ പൊരിക്കടികൾ വാങ്ങിച്ചത് മുളക് ബജിയല്ല, കായ് ബജി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പരിപ്പോടെ ഉണ്ട് അവിടുത്തെ ഹൈലൈറ്റ്. നല്ല ടേസ്റ്റ്, ചെറുതാണ് പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. അതൊരു ചെറുത് 3 എണ്ണത്തിന് 10 രൂപ അങ്ങോട്ട് വരണുള്ളൂ, പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ എഗ്ഗ് ബജി വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ചമ്മന്തി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് സെർവ് ചെയ്യാണ്. ഇപ്പോൾ ഇതാ നോമ്പ് തുറക്കാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ എല്ലാതും ഒന്ന് ടേബിളിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ അങ്ങനെ 5ാമത്തെ നോമ്പും റാഹത്തായിട്ട് നോമ്പ് തുറക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുന്ന ആ ഒരു നേരത്തെ കുറച്ച് ചെറിയൊരു വീഡിയോസാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അതിനാനു സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞ് അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നല്ലോ, നല്ല വെയിലും കാര്യമൊക്കെ ആയ കാരണം നല്ല ചൂടായിട്ട് അതിനാനു വന്നു കഴിക്കണം ഉറങ്ങി. അത് കാരണം നോമ്പറക്കുന്ന ടൈമിൽ അതിനാനും ഉറങ്ങിയിരുന്നിട്ടാ, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഭക്ഷണമൊന്നും കഴിക്കാനൊന്നും മൂപ്പർക്ക് ഒരു മൂഡുണ്ടായിരുന്നില്ല. കാരണം നല്ല ഹാപ്പി ആയിരുന്നു, പ്രോഗ്രാമിന് പോവല്ലേ. നമ്മൾ നല്ല ഹാപ്പി ആട്ടാ, മാഷാ അല്ലാ. നമുക്ക് ആ ഒരു നിമിഷം മക്കളുടെ ആ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണതും അവരെ കുറിച്ചിട്ടുള്ള ആ ഒരു കമൻസും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്താ പറയുക, ടീച്ചേഴ്സിനും ഈ ഒരു ഇതിൽ ഞാൻ താങ്ക്സ് പറയണം. നല്ല സപ്പോർട്ടീവായിട്ടുള്ള എല്ലാ ടീച്ചേഴ്സും, KG സെക്ഷനിലുള്ള എല്ലാ ടീച്ചേഴ്സും നല്ല സപ്പോർട്ടീവാണ്. കാരണം ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ മക്കൾ ഒന്നുമില്ലാത്തൊരു ലെവലിലായിരുന്നു. പക്ഷെ അവരെ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിച്ചത് അത് ആ ടീച്ചേഴ്സിൻ്റെയും ആ ഒരു കഴിവ് തന്നെയാണ്. അപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ മോളുടെ ക്ലാസ് ടീച്ചറായ നിമ്മി മാമിനെ അതിനാനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും പറയാം നിമ്മി മാമിന് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വീഡിയോ എടുക്കാനൊന്നും എനിക്ക് സമയം കിട്ടില്ല, നല്ല തിരക്കല്ലേ, മാമൊക്കെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒരു ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താലാണ് നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. കമൻസും കൂടെ അറിയിക്കണം, എന്നാലാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളെ കമൻസിനുള്ള റിപ്ലൈ ആയിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി അടുത്ത നോമ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.